മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടിക വിവാദമായ പശ്ചാത്തലത്തിൽ പരാതിയുമായി ഒട്ടേറെ പേരാണ് മുന്നോട്ട് വരുന്നത്. സർക്കാർ ഏറ്റെടുക്കാനിരിക്കുന്ന നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ പുനരധിവാസം വൈകുന്നതിൽ ഒപ്പം ഈ പട്ടികയിൽ അപാകതയിലൊക്കെ പരക്കെ വിമർശനങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലമാണല്ലോ സുർജിത്ത്. തീർച്ചയായും ഉന്മേഷ്, അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നെടുമ്പാല ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ആണ്. സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന എസ്റ്റേറ്റുകളിൽ ഒന്ന് ഇതാണ്. അതോടൊപ്പം തന്നെ എലസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റയിലാണ് എസ്റ്റേറ്റ് ഉള്ളത്. ഇവിടെ നിന്നും 67 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് നടത്തിയത്. പക്ഷേ ഇവർ ഇതിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കോടതിയിൽ പോയി. സ്വാഭാവികമായി അതൊരു വ്യവഹാര നടപടിയായി ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്തബാധിതർക്ക് ആശങ്കയുണ്ട്. ദുരന്തബാധിതനായിട്ടുള്ള ഷഫീഖ് മണി, അതായത് മുണ്ടക്കൈ സ്വദേശിയാണ്, അദ്ദേഹം ചേരുന്നു. ഒപ്പം തന്നെ ഷിഹാബ് കൂടി, യൂത്ത് ലീഗിൻ്റെ ഇവിടുത്തെ നേതാവാണ്, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? എന്താണ് ഇത് ദൂരപരിധിയൊക്കെ നോക്കുമ്പോൾ? ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല വില്ലിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. സർക്കാർ ഇത് ഏറ്റെടുത്ത് പുനരധിവാസം എത്രയും പെട്ടെന്ന് നടത്തുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയി. പിന്നെ അത് മാത്രമല്ല, ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കൈ ചൂരമല പ്രദേശമുള്ള ആൾക്കാർക്ക് ഈ പ്രാദേശികമായിട്ട് ഇവിടെ തന്നെ നല്ലൊരു പരിചയവും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് വേറെ പരിചയപ്പെടലോ ഇവിടുത്തെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വില്ലേജിലോ ടൗണിലോ ഒന്നും വേറെ ഒരു അപരിചിതത്വം ഇല്ല. അപ്പോൾ കൃത്യമായിട്ടും ഈ സ്ഥലം നല്ല വില്ലിംഗ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും പെട്ടെന്ന് എടുത്തിട്ട് പുനരധിവാസം നടത്താൻ ഇവിടുത്തെ പ്രാദേശികമായിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, വലിയ പ്രയാസങ്ങളില്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. അത് ഞങ്ങൾക്ക് നല്ല സന്തോഷം തരുന്നത് തന്നെയാണ്. പക്ഷെ അത് ഏറ്റെടുത്ത് കൃത്യമായിട്ട് പുനരധിവാസം നടത്തി തരിക എന്നുള്ളതാണ് ഞങ്ങളെ ഈ ഏറ്റവും എമർജൻസി ആയിട്ട് ചെയ്തു തരേണ്ടത്. ഞങ്ങളെ ഈ ഇത്രയും ഇപ്പോൾ 4 മാസത്തോളം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ വിഷയങ്ങളെല്ലാവർക്കും അറിയാം. കാരണം ഈ കരട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ലിസ്റ്റിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4.5 മാസം കഴിഞ്ഞിട്ടും ഇത്ര സിംപ്ലിസിറ്റി ആയിട്ട് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ഈ ദുരന്തബാധിതരായ ആൾക്കാരെ ഒരു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും കൂടി ഒന്നും കൂടെ ചിന്തിക്കേണ്ട കാര്യം കൂടിയുണ്ട്. ഈ 4.5 മാസം എടുത്തിട്ട് അവർ ഇത്തരം ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ലിസ്റ്റ് വെച്ച് അവരെ ശമ്പളം മേടിച്ചത് ഈ ഒരു കഴിവില്ലാത്തൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരും കൂടി അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. കാരണം ദുരന്തബാധിതരെ പ്രയാസപ്പെടുത്തുക തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. എന്തായാലും ഈ ഭൂമിയെ സംബന്ധിച്ച് ഒരുപാട് വ്യവഹാരങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയാണ്. അത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയൊക്കെ വ്യവഹാരങ്ങൾ, അതിൻ്റെ ഒരു ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായും ഇത് ആളുകൾ ഇപ്പം മാസങ്ങൾ പിന്നിട്ടു, 4 മാസം പിന്നിട്ടു ഓൾറെഡി. ഇപ്പോഴും വ്യക്തതയില്ല. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം HMLന്റെ ഭൂമി ഏറ്റെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ നോക്കിക്കണ്ടത്. കാരണം മേപ്പാടി ടൗണിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലം, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ള ഭൂരിപക്ഷം ആളുകളും എസ്റ്റേറ്റുകളിൽ ചായത്തോട്ടങ്ങളിൽ തൊഴിലെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് HMLന്റെ ഈ കമ്പനിയിൽ വന്നാൽ ഇവിടെ തൊഴിലെടുക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളിത് നോക്കിക്കണ്ടത്. പക്ഷേ കമ്പനിയുമായി സംസാരിക്കാതെ ഏകപക്ഷീയമായി ഏറ്റെടുക്കാനുള്ള സർക്കാർ ശ്രമമുണ്ടായപ്പോഴാണ് കമ്പനി കോടതിയിൽ പോയത്. ഈ കോടതി വ്യവഹാരങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയില്ല. അടിയന്തരമായിട്ട് സർക്കാർ ഇതിലൊരു വ്യക്തത വരുത്തണം. ഒന്നുകിൽ ഇവരുടെ പുനരധിവാസം ടൗൺഷിപ്പ് ആണെങ്കിൽ ആ രീതിയിൽ അത് ക്രമപ്പെടുത്തണം. അതല്ലെങ്കിൽ ഇരകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് അടിയന്തരമായി മറ്റിടങ്ങളിൽ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും 28 സ്ഥലങ്ങളാണ് സർക്കാർ നോക്കിയത്. അതിൽ ഇവിടെ ജന്മഭൂമി വളരെ വയനാടിനെ സംബന്ധിച്ച് കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഈ നെടുമ്പാല എസ്റ്റേറ്റും ഒപ്പം തന്നെ എലസ്റ്റൺ എസ്റ്റേറ്റും തെരഞ്ഞെടുത്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നുള്ളതാണ് ദുരന്ത ബാധിതർ ആവശ്യപ്പെടുന്നത്. ശരി സുർജിത്ത് അയ്യപ്പത്താണ് നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.